റൊണാൾഡ് അവൻ ഇവിടെ വന്നിരുന്നു. റൊണാൾഡേ ഒന്നിട്ട് വന്ന്. നീ ഇപ്പൊ എവിടെ പോയിട്ട് വരിക? ഞാൻ മേലെ നമ്മുടെ ഒരു കൂട്ടാൻ്റെ ബൈക്ക് ബ്രേക്ക് കേടാ, ഞാൻ അങ്ങോട്ട് ശരിയാക്കാൻ പോയി. അപ്പൊ നീ എന്തിനാ വാച്ച് എടുത്തിട്ട് പോയത്? വാച്ച് കിട്ടുന്ന ശീലം എനിക്കില്ലല്ലേ. എടാ നിന്റെ വാച്ചല്ല, ഇവിടെ വെച്ചിരുന്ന എന്റെ വാച്ച് എന്തിനാ നീ എടുത്തോണ്ട് പോയിന്ന്? മാൻ്റെ വാച്ചിനെ ഞാൻ എടുത്തോണ്ട് പോന്നെ. നീ ഇവിടെ വന്നിരുന്നപ്പോ ഞാൻ നിന്നെ ആട്ടി ഓടിച്ചല്ല, ആ ദേഷ്യത്തിന് നീ വാച്ച് എടുത്ത് പോയിട്ടുണ്ടാവും. ഞാൻ എന്താ നീ പറയുന്നത്? നിങ്ങളെ ഊക്കള വാച്ച് എടുത്തോണ്ട് പോകണ്ട ആരും എനിക്കെന്ത്? ആ വാച്ചിന് ഊക്കള വാച്ച് എന്ന് പറഞ്ഞാൽ അടിച്ചിന്റെ അയ്യോ വാച്ചൊന്നല്ലടാ അത്. നിങ്ങളുടെ വാച്ചിന് കൊമ്പുണ്ടോ? കൊമ്പിട്രാ. ആ വാച്ച് ഏതാന്നറിയ എനക്ക്? ഞാൻ എന്റെ ഗിരിജയും കൂടി ബോംബെയിൽ താമസിക്കാൻ പോയ സമയത്ത് അവിടെ ധാരാവിയിലെ 2 ചേരിയിലെ ഗുണ്ടകൾ തമ്മിൽ അടികൂടുക. ചന്ദ്രുബായി എന്ന ഗുണ്ടേനെ ഞാൻ രക്ഷിച്ചേനെ. ചന്ദ്രുബായി എന്റെ കൈ കെട്ടി തന്ന വാച്ചാത്. കെട്ടി തന്നപ്പോ എന്താ പറഞ്ഞെന്നറിയോ? ഒരിക്കലും ഈ വാച്ച് ഊരരുത്. ഒരിക്കലും ഈ വാച്ച് ഊരുന്ന് വന്നിട്ട് അതാ ഊരി ഇവിടെ കൊണ്ടുവച്ചത്. എന്റെ അമ്മയെ എടാ ചാവുന്നവരാ വാച്ച് വിൽക്കരുതെന്ന്. അതിപ്പോ എന്നോട് പറയേണ്ട ആരും നിങ്ങളുടെ വാച്ച് കാണാതെ പോയിട്ട് നിങ്ങൾ അച്ചാച്ചനെ എടുത്താ അല്ല എനിക്കറിയാമാനായിട്ട്. അല്ല കണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കണ്ടതുമില്ല എടുത്തിട്ടില്ല. നിങ്ങളുടെ കുടുംബക്കാർക്ക് മൊത്തം എന്നെ കാണുമ്പോൾ ഇത് തന്നെ. എന്തെങ്കിലും കാണാതെ ഒരുപാട് പ്രാന്ത് പറയുന്നത് ഞാൻ വാച്ചിന്റെ ദേഷ്യപ്പെട്ട് പോയത് ഇവിടുന്ന്. ദേഷ്യം എന്നെക്കാട്ടിൽ മുമ്പേ അമ്മയായിട്ട് എന്തോ കുണ്ടക്കറുവോ കേന്ദ്ര ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? ആ ദേശത്തിനകത്ത് പുന്നാര പെങ്ങളെടുത്ത് മാറ്റി വെച്ചതാണെങ്കിലോ ചിലപ്പോ അത് ശരിയായിരിക്കും. ഈ ഊച്ചാളിത്തരം എന്നോട് കാണിക്കേണ്ട മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോ? അതെ വയസ്സായി കരുതിട്ട് തോന്നിയാസം കാണിക്കരുതിട്ടാ. എനിക്ക് വയസ്സായോ? നിനക്കല്ലടി, ചേച്ചീനോടാ പറഞ്ഞു. അമ്മേനോട് പറഞ്ഞതാ. പിന്നല്ലേ അതിന് അമ്മ ഇവിടെ എവിടെ ഇരിക്കുന്നു? അവിടെ ഇല്ലേ? നീയല്ലേ പറഞ്ഞു വിടേണ്ടത്? അല്ല ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോ സുലി ചേച്ചിയുടെ അടുത്തോട്ട് വരും. നിങ്ങളൊന്ന് വിളിച്ചിട്ട് വന്നേച്ചല്ലേ. അതെ എവിടെ പോയി വിളിച്ചാലും ശരി ആ വാച്ച് കിട്ടാൻ ഞാൻ പോവില്ല. അത് എന്താ അമ്മാവന്റെ വാച്ച് കാണുന്നില്ലെന്ന് അവിടെ അഴിച്ചു വെച്ചത്. ഇന്നോടുള്ള ദേഷ്യത്തിന് ആ വാച്ച് എങ്ങാനും എവിടെയെങ്കിലും ഇട്ട് പൊട്ടിച്ച അത് സാധാരണ വാച്ചാണത്. നിനക്ക് അറിഞ്ഞൂടെ? ബോംബെന്ന് അറിയാം. ചന്ദ്രുബായി തന്നതല്ലേ? അതറിയാം. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എന്തൊരു ഞാൻ എടുത്തൊന്നും പറഞ്ഞു. അതെ ഒളിച്ചിരിക്കേ. എത്ര നേരം ഒളിച്ചിരിക്കും? വരട്ടെ വന്നിട്ടാ വാച്ച് കിട്ടിയിട്ട് ഞാൻ പോണു. എടാ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ വാച്ച് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒളിഞ്ഞു നടക്കാന്ന്. അമ്മ വിളിച്ചാണ്. അവിടെ ഇല്ല. സുലി ചേച്ചി അങ്ങോട്ടേ കണ്ട് പോയിട്ട്. എടാ നീ നോക്കട, എന്റെ വാച്ച് എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് അത് ദേഷ്യത്തിന് എവിടെ ഇട്ട് പൊട്ടിച്ചാലോ? ആ വാച്ച് ഏതാന്ന് അറിയണക്ക്? ബോംബെന്ന് ചന്ദ്രുബായി. അതറിയാം. ഈ അമ്മ എവിടെ പോയി നോക്കണേ? ഇവിടെ ഇല്ല, അവിടെ ഇല്ല, അവിടെ തന്നെ. അതിലും വലുത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ്ടേ? എന്റെ അമ്മാവൻ പോയി. ഇനിയിപ്പോ ഇവിടെ അങ്ങനെയൊന്നും പോവില്ല. ആ വാച്ച് കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പൊ അമ്മാവനൊന്ന് പോകണ്ട. അല്ലെങ്കിൽ വാച്ച് കിട്ടിയിട്ട് പോയാൽ മതി. പോണൂന്ന് വന്ന ഇടി പിടിക്കും രണ്ടും കൂടെ. വരട്ടെ ഇങ്ങോട്ട് വരട്ടെ. എന്തോ ഒരു ആവശ്യമില്ലാട്ടെ നെഞ്ഞത്ത് കയറി വരെ. വരട്ടെ. ഞാൻ ഇന്നെന്തായാലും കാണാൻ തുടങ്ങിയെന്നല്ലേ ഈ സ്വഭാവം. എന്നാലും കാണാൻ തുടങ്ങിയെന്നല്ലേ? എനിക്കറിയാന്ന്. എന്റെ അടുത്ത് വന്നാൽ കിട്ടിയിട്ടെന്നെ ഞാൻ പുള്ളു കിട്ടുന്നു. പിന്നെന്താ കൈ മാറ്റാലോ? എന്താണത് നോക്കിയാണ് എന്തോന്നാണിത്? അല്ല ഇതെന്താ ഇങ്ങനെ കൊടുത്തിട്ട്? എടാ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. നീ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എൻ്റെ കയ്യിൽ തരണം. ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ നിന്റെ തരും. നമ്മൾ സഹോദരന് സഹോദരിയാണ്. നീ എന്തോ കാണിച്ചത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായോ ഇപ്പം? ഇല്ല. എടാ നീ കൊണ്ടുവന്നിട്ട് അതിന് ലില്ലിയുടെ കൊണ്ട് കൊടുത്തല്ലേ? അതിലെനിക്ക് സങ്കടമില്ല. അവക്ക് എവിടെയെന്ന് വെച്ചപ്പോ എന്താ പറഞ്ഞ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയാണ്. ഞാൻ ആരാടാ നിന്റെ? ഇനി മേലിൽ ഇങ്ങനെ വേണം കാണിക്കാനുള്ളത്. നീ എന്ത് കൊണ്ടുവന്നാലും എന്റെ കൈ കൊണ്ടു തരണം. മനസ്സിലായല്ലോ? മനസ്സിലായ? ഞാനത് നിന്റെ കയ്യിലെ കൊടുത്തു. അത് മോശമായി പോയില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി മുതൽ അമ്മാവ അത് ആവർത്തിക്കുക കേട്ടോ. ഇല്ല അങ്ങനെ ചെയ്യണം അമ്മാവ. പിന്നെ അമ്മാവൻ്റെ ഒരു വാച്ച് കാണാനില്ലെന്ന് പറയുന്നത് കേട്ടോ. അമ്മ കണ്ടായിരുന്നോ? ഞാൻ വന്നപ്പോ പോത്തുപോലെ ആ ചാരുകസേര മലന്നിരുന്ന് ഉറങ്ങുന്നു. വാച്ച് ആ ജനലിൽ വെച്ചിരിക്കുന്ന അഴിയിലോട്ട്. വല്ലവരും വന്ന് കൈയിട്ട് എടുത്തോണ്ട് പോയാൽ എന്തോ ചെയ്യും? എന്താ ചെയ്യും? ഞാനെടുത്ത് സൂക്ഷിച്ചോണ്ടോ ആ ട്രായിൽ വെച്ചിട്ടുണ്ട്. എന്റെ സമാധാനായി. ഇല്ലെങ്കിൽ ബോംബെയിലെ ചന്ദ്രുബായിയോട് എന്ത് സമാധാനം പറയണം അമ്മാവൻ? അച്ഛാ കൈസഹേന്ന് പറയാം.